എന്തൊക്കെയാണ് നമ്മൾ പറയണെന്നുള്ളതാണ് എനിക്ക് ചിരിച്ചിട്ട്. സംഭവം കുറച്ച് ഗൗരവമുള്ള കാര്യമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് അവൻ്റെ കയ്യിരിപ്പുണ്ടുണ്ടായത് അമ്മാവ. കാരണം ചില്ലറയ്ക്കാ കൈക്കൂലി മേടിച്ച് കൂട്ടിയത്. പോസ്റ്റ് കയറുന്നതിനൊരു കൂലി, ഇറങ്ങുന്നതിനൊരു കൂലി, ഫീസ് കെട്ടുന്നതിന് വേറൊരു കൂലി. ഇത് ആൾക്കാരുടെ ശാപം തന്നെ. എടാ നീ എൻ്റെ വെറുതെ എന്നെ കൊണ്ടവരൊന്ന് പറയിപ്പിക്കണ്ട. നീ ഇതൊന്നല്ലടാ, പിന്നെ അവൻ്റെ മടിയിൽ കിടന്നാണല്ലോ ആ പയ്യൻ മരിച്ചത്. അപ്പുണ്ടായ ഷോക്കാണത്. ഈ ഷോക്കിൽ നിന്ന് അവൻ മാറിയ മാത്രമേ ഈ അസുഖം മാറുള്ളൂ. എങ്ങനെ ഇപ്പം അവൻ്റെ മനസ്സൊന്ന് മാറ്റിയ താനിരിപ്പുണ്ടോ? മദ്യരിപ്പുണ്ടോന്ന്? ഓഹോ അമ്മാവനെ, അമ്മാവൻ ഇങ്ങനെ തരം താഴരുത് കേട്ടോ. ഒറ്റ ഇങ്ങനെ കുടുംബത്തിൽ സുഖമില്ലാതെ നടക്കുമ്പോൾ സാധനം എടുത്ത് ചടിക്കാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ മോശം. എനിക്കടിക്കാനല്ല, അത് വെച്ചൊരു പരീക്ഷണം നടത്തി നോക്കാം. അത് വെച്ചെന്താ പരീക്ഷണം? അതൊക്കെ ഞാൻ ചെയ്തോളാം. സാധനം ഇരിപ്പുണ്ടോ? സാധനം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ മേടിക്കാം. അല്ല മേടിക്കണേ കാശ് കൊടുത്തല്ലേ മേടിക്കണേ? പിന്നല്ലാതെ കാശ് തന്ന സാധനം ഇവിടെ ഉണ്ട്, ഞാൻ തരാം. ഓ നീ അവൻ്റെ അളിയനാണല്ലോടാ നീ. കഷ്ടം. അതിപ്പോ അമ്മാവൻ ഇത് വെച്ചെന്തോ ചികിത്സയ്ക്കല്ലേ? അതിപ്പോ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയാലും നമ്മൾ കാശ് കൊടുക്കണ്ടേ ഡോക്ടർക്ക്? അപ്പൊ ആ കാശ് ഇവിടെ തന്ന ഈ സാധനം. കാരണം അമ്മാവ ഞാനും അൻസാറും കൂടെ പരിമല പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്ന് അടിക്കാനായിട്ട് ഷെയറിട്ട് എടുത്ത് വെച്ചിരിക്കണതാ. അവൻ കുറേ സമയം ക്യൂ നിന്ന് എടുത്തതാ. കാശ് തന്ന സാധനം കിട്ടുമോ? തരാം. ഓഹ് നീ ആ സാധനം കൊണ്ട് എടുക്ക്. കുറച്ച് അച്ചാർ കൊടുത്തോ? അച്ചാർ ഇവിടെ ഇല്ല അമ്മാവ, അച്ചാർ ഇന്നലെ തീർന്നു. അച്ചാറും ഗ്ലാസ്സൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാം. നീ സാധനമായിട്ട് വാ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആയിക്കോട്ടെ, എന്നെ കൂടെ കൂട്ടണേ. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. അമ്മാവിന് കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, അമ്മാവന് എന്തെങ്കിലും വഴി കാണും. എന്നാലും എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചല്ല. അസുഖം എന്താണെന്ന് വല്ലതും അറിഞ്ഞാ? അസുഖം ഏതാണ്ട് അമ്മാവന് എന്തോ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് കൂടെ ഉണ്ട്. അതോടുകൂടി ചിലപ്പോ അസുഖം എല്ലാം മാറിക്കിട്ടും. അങ്ങനെയാണെങ്കിൽ കനകനും കുടുംബവും രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഞാനും കുടുംബവും രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. എന്തോ സാധനം കൊണ്ട് പോയേക്കണം. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കുന്നു. അമ്മ ഒന്ന് പോയി നോക്കമ്മ. അവരെന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഡാഡി ഓടിയും ചെയ്തിട്ട് എന്ത് കഥ? എനിക്ക് വയ്യ, ഇത് എന്തൊരു ഇരിപ്പാണ്. സാധനം കൊടുത്തണ്ട? കിട്ടിയില്ല. അപ്പൊ നിന്റെ അടുത്തുണ്ട് എന്നല്ലേ നീ പറഞ്ഞേ? അതല്ല അമ്മാവ, പൈസ കിട്ടിയില്ല. യോ ഇങ്ങനെ ഒരു സാധനം. എടാ ഞാൻ കാശ് ഞാൻ തരാ. ഇനിയിപ്പോൾ അഥവാ ഇതങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവന് ബുദ്ധി വന്നു എന്ന് വെക്കി. അപ്പൊ അവൻ്റെ തന്നെ മേടിച്ചു തരാലോ. നടക്കുമോ അതൊക്കെ? പിന്നെ പരാജയപ്പെട്ടാലോ? ഓ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തീട് തന്നെ. പരാജയപ്പെട്ടാലും എൻ്റെ കാശ് തരണേ. എന്നോട് നേരത്തെ പറഞ്ഞു ഞാൻ ഒരു കാര്യത്തിന് നിൽക്കുമ്പോൾ നീ ഓ ഇന്ന് രണ്ടെണ്ണം വീശില്ലേ? ഇന്നലെ ഒരു ചെറുത്. അല്ല അമ്മ ഇത് വെച്ച് എന്താണ് പരിപാടി? എടാ ഇതുകൊണ്ട് എത്ര എത്ര രോഗങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് അറിയോ? അല്ല അതെനിക്കറിയാം. രണ്ടെണ്ണം അങ്ങടെ അകത്ത് ചെന്നാൽ ഇനിയിപ്പോൾ അഭിനയിക്കുകയാണെന്ന് കരുതിക്കോ, എല്ലാം മറന്നിട്ട് എല്ലാം പുറത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ? അത് നേരാ, അത് നേരാ. അല്ല അതിനിപ്പോൾ ഈ 3 ഗ്ലാസ് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ടാ? അതില്ല. അപ്പം നമ്മൾ കൂടുമ്പോൾ അവൻ്റെ മനസ്സ് മാറിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് വന്നാലോ? എന്നാ കുഴപ്പമില്ല, അത് നല്ലതാ. കനക സ്വാമി രക്ഷയില്ല കേട്ടാ. ഇപ്പൊ കണ്ടാ മാറുന്നേ. ഞാനിതൊക്കെ ഇതിലൊഴിക്കും, ഇതിലൊഴിക്കും. കനക അങ്ങോട്ട് പിടിക്ക്. അതെ അമ്മാവാ, ഇതങ്ങനെ കൊടുത്താൽ പോരാ. ഞാൻ ഐഡിയ പറയാം. ഇങ്ങനെ സ്വാമിജി അവിടുന്ന് സോമരസം പാനം ചെയ്താലും അതിനുശേഷം അവിടുന്ന് ഈ അച്ചാറ് തൊട്ട് നക്കിയാലും കണ്ടാ കണ്ടാ ചിരി വരുന്നു കണ്ടാ കള്ളൻ. അതാദ്യം സോമരസം
വെള്ളം എടുക്ക്, എന്നെ കണ്ടോ? അല്ല ഞാൻ അവന് സ്വല്പം മദ്യം കൊടുത്താൽ മനസ്സ് മാറി ആലോചിച്ചിട്ട് കൊടുത്തു നോക്കിയതാ. അവൻ ആ മദ്യം എടുത്തിട്ട് ക്ലീറ്റോന്റെ മുഖത്തേക്ക് എറിഞ്ഞു, കുറെ അച്ചാറെടുത്ത് മുഖത്തും വെച്ചു. പേടിക്കണ്ട, ഞാൻ അകത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. അല്ലേ ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ, നമുക്ക് അവനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. നാളെ തന്നെ കൊണ്ടുപോവാ. അല്ല അത് നമുക്കേ കാശിക്ക് തീർത്ഥാടനത്തിന് പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാ. മരണത്തെക്കുറിച്ചുള്ള ബോധവും കാലത്തെക്കുറിച്ചുള്ള അഗാധമായ ബോധവും ഇദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മനസ്സിപ്പോൾ എല്ലാത്തിനും വെറുക്കുകയാണ്. എല്ലാവിധ ലൗകിക സുഖങ്ങളെയും ഇദ്ദേഹം വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ വാസില. ഇതിനിപ്പോ എന്താണ് ഒരു പരിഹാരം? മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം. നമ്മുടെ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. മനസ്സ്, ആത്മാവ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മഹാവിസ്ഫോടനത്തിന് ശേഷം കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കോടാനുകോടി വർഷങ്ങൾ കഴിയാനിരിക്കുകയും ചെയ്യുന്നു. കാലത്തിന്റെ ഈ വിശാലതയിൽ നമ്മുടെ ആയുസ്സിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഒരു മുട്ടുസൂചി മുനിയേക്കാൾ ചെറുതാണ്. എന്നിട്ടും മനുഷ്യൻ പരക്കം പായുന്നു. ഭക്ഷണം, പാർപ്പിടം, സൗന്ദര്യം, പണം. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അല്ല ഡോക്ടറെ, ഇതിപ്പോ ഇതിന് എന്താണ് ഒരു പരിഹാരം? ചികിത്സ എന്തെങ്കിലും പറയും? നീർക്കുമിളകളെന്നോ നീർപ്പോളയെന്നോ കേട്ടിട്ടുണ്ടോ? നീർനായാന്ന് കേട്ടിട്ടുണ്ട്. മനോഹരമാണത്. അത് വെള്ളത്തിൽ കൂടി ഒഴി നടക്കുമ്പോൾ എന്ത് സൗന്ദര്യമാണെന്നറിയാവോ? പക്ഷേ അതിന് ഒരു നിമിഷത്തെ ആയുസേ ഉള്ളൂ. പിന്നെയും അത് പൊങ്ങി വരുന്നു, പൊട്ടുന്നു. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. എന്റെ അളിയന്റെ ഈ അവസ്ഥയൊന്നും മാറ്റിക്കിട്ടാൻ എന്താണ് ഡോക്ടറെ ഞങ്ങൾ ചെയ്യേണ്ടത്? മരണചിന്ത മനുഷ്യനെ എല്ലാ ലൗകിക വൃത്തികേടുകളിൽ നിന്നും അകറ്റി നിർത്തുന്നു. അവനെ ഉയരങ്ങളിലെത്തിക്കുന്നു. മിസ്റ്റർ കനകൻ ഇപ്പോൾ ആ അവസ്ഥയിലാണ്. അല്ല ഡോക്ടറെ, ഈ ഉയരങ്ങളിൽ നിന്നൊന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റൂല നമുക്ക്? അതിന് വല്ല മരുന്ന് എന്തെങ്കിലും കൊടുക്കുമോ? മരുന്നോ? എന്ത് മരുന്ന്? അല്ല ഗുളിക പോലത്തെ എന്തെങ്കിലും. ആർക്ക് ഗുളിക? എന്തിനു മരുന്ന് കൊടുക്കണം? എന്തിനാണ് ഈ ഗുളിക കൊടുക്കുന്നത്? മിസ്റ്റർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരേ അസുഖത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 40 അസുഖമോടെ കൂടുകയാണ്. മരുന്ന് കഴിക്കരുത്. ഇദ്ദേഹത്തിന്റെ രക്തധമനികളെ ബാധിക്കും. ഇദ്ദേഹത്തെ രക്തസമ്മർദ്ദം ഉണ്ടാക്കും. ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ഇദ്ദേഹത്തിന്റെ എല്ലുകളെ വരെ ബാധിക്കും. അതുകൊണ്ട് മിസ്റ്റർ കനകൻ യാതൊരു കാരണവശാലും മരുന്ന് കഴിക്കരുത്. കനകന് രോഗമുണ്ടെന്നോ ഇദ്ദേഹത്തെ രോഗിയാണെന്നോ വിളിക്കരുത്. ഇതൊരു തരം വിരക്തിയാണ്, ഒരു റിവൾഷൻ. അതെ ഡോക്ടറെ, എന്റെ അളിയനെ ഒന്ന് പെട്ടെന്ന് ചികിത്സിക്കും. നിങ്ങൾക്ക് ഫീസ് വല്ലതും വേണം, ഞാൻ കൂടുതൽ തരാം. ഫീസോ? ആർക്ക്? എനിക്കോ? എനിക്ക് ഫീസ് വേണ്ട. ആർത്തിയെ ത്യജിക്കുക എന്നുള്ളത് മഹാന്മാരുടെ ലക്ഷണങ്ങളാണ്. ശരീരം കേവലമായ ഒരു അലങ്കാര വസ്തുവാണ് അല്ലേ ഡോക്ടറെ? കറക്റ്റ്. അതിലെ ചാർത്തലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുമ്പോൾ ആത്മാവ് വിസ്മൃതിയിലേക്ക് അങ്ങനെ. വളരെ കറക്റ്റ് ഡോക്ടറെ. ഇങ്ങനെ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അളിയൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. മരണം നമ്മുടെ കണ്ടനാളത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നശ്വരമായ ജീവിതത്തിന്റെ. കറക്റ്റ് ഡോക്ടർ. ദേഹി യാഥാർത്ഥ്യമാണ്, ദേഹം മിഥ്യയും. ഇത് രണ്ടും വേർതിരിയുന്ന നിമിഷം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. എടാ എന്തുവാടാ ഇത്? ഇയാള് വലിയ സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മുഴുത്ത വട്ടാ. അല്ല നല്ല ഡോക്ടർ. മിണ്ടാടാ, ഇനി അവനെവിടെ ഇരുത്തിയാണല്ലോ ഇവനും നല്ല മൂത്ത വട്ടാവും. എനിക്ക് മതി, കഴിക്കടാ. കുറച്ചു നേരം കൂടെ സംസാരിക്കും. മതി, നീ സംസാരിച്ചിടത്തോളം മതി. കൊണ്ടുപോകരുത് അദ്ദേഹത്തെ. ഞങ്ങൾ കൊണ്ടുപോവാ. കൊണ്ടുപോകരുത്. ഞാൻ കുറച്ചു നേരം കൂടെ സംസാരിക്കും. സംസാരിച്ചത് കുറച്ച് ദിവസമായിട്ട് നീ ഇതൊക്കെ തന്നെയല്ലേ കുറെ ദിവസമായിട്ട് സംസാരിക്കുന്നത്. വിഷമിച്ചിട്ട് കാര്യമില്ല.
വിധിയെടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഏറ്റവും നല്ല സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി കാണിച്ചേ. അവിടെ ചെന്നപ്പോൾ അളിയനേക്കാളും മുഴുത്തവട്ട അയാൾക്ക്. എന്തോ ചെയ്യാനാ പിന്നെ? അപ്പൊ ആ വഴി അടഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ഞാൻ വേളാങ്കണ്ണി മാതാവിന് നേർച്ച നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അളിയനിപ്പോൾ സന്യസിക്കണം എന്നുള്ള ഒറ്റ തോന്നലാണ്. എനിക്ക് തോന്നുന്നു ഹിമാലയത്തിലെങ്ങാനും കൊണ്ടുപോയി തുറന്നു വിടാം. ഇവനെ കൊണ്ട് ഞാൻ എടാ, നീ എന്തിനാടാ ഇന്നലെ ഒരു നേഴ്സിനെയും കൊണ്ടുവന്ന് അവന്റെ ചോര കുത്തിയെടുത്തോണ്ട് പോയത്? അത് തന്നെ, എല്ലാരും കൂടി വരിഞ്ഞു കെട്ടിയ ഏട്ടന്റെ ചോര കുത്തിയത്. ഞാനേ ഇത് വെച്ചൊരു കളി കളിക്കാൻ പോവാ. എന്തോന്ന്? ഉഷ്ണം ഉഷ്ണേനെ ശാന്തി എന്ന് കേട്ടിട്ടുണ്ടോ? മരണഭയത്തെ മരണഭയം കൊണ്ട് നേരിടുക. അമ്മാവ വെറുതെ മെനക്കെടണ്ട, കുറെ ഉഷ്ണം എടുത്ത് ചാവും, അത്ര ഉള്ളൂ. എടാ ഇന്നേ വരെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നീ കൂട്ടുന്നുണ്ടോ? അപ്പഴം പോലും. എടാ ഈ കനയൻ നിന്റെ അളിയനും ശത്രുവൊക്കെ ആവണതിന്റെ മുമ്പ് ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അത് നീ മറക്കണ്ട. നിങ്ങൾ ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണും. കളിച്ച് കളിച്ച് കൊളാവാതിരുന്നാ മതി. കൊളാവോ കരാവോ നമുക്ക് കണ്ടറിയാം. നിങ്ങൾ എല്ലാവരും ഞാൻ പറയണ പോലെ കേട്ട നന്ന്. ഇന്ന് എന്റെ കൂടെ വാ. ഈ അമ്മാവനെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട സമയമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാം കൊളാക്കാനും ആവുമെങ്കിൽ നിങ്ങളെ ഞാൻ ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. പറഞ്ഞതുപോലെ ചെയ്യാം. വിഗ്രഹം എവിടെ തങ്കവിടെ? എന്താടാ? അതെ, എന്താ ചേച്ചി നമ്മുടെ വീടിന് ഇങ്ങനെ പരീക്ഷണങ്ങള്? അറിയില്ല. ദൈവം മേലക്ക് മേലെ നമ്മളെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. പരീക്ഷണം തന്നെ എന്തായാലും. ഇന്നലെ എന്റെ ബ്ലഡ് എടുത്തുകൊണ്ടല്ലേ, അതിന്റെ റിസൾട്ട് വന്നേ. എന്താടാ? ജമന്തി, എന്ത് വന്നാലും നീ വേണം ധൈര്യം സംഭരിക്കാൻ. എന്താ അമ്മാവാ? ഈ ജീവിതം എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ ചേച്ചി. അമ്മാവ എന്താന്ന് വെച്ചാൽ പറയാം അമ്മാവ. അത് കഴിയുന്നത്ര നമ്മള് ആസ്വദിക്കുക. അല്ല, പറയാണ്ടിരിക്കാനും പറ്റില്ല. എപ്പോഴായാലും കനകൻ അറിയണല്ലോ. ഇപ്പൊ എന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോഴേ ഇവന്റെ ബ്ലഡില് നമ്മുടെ കനകന് ബ്ലഡ് ക്യാൻസർ. ഇവന് ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ ആണ്. അതല്ല ഞാനിങ്ങനെ റിസൾട്ട് ശരിയാണ് അമ്മാവ. പിന്നല്ലാതെ കണ്ടോ? എന്താ മാവാ? എനിക്കെന്താ പാവം കണ്ടോ? എനിക്കെന്താ എന്റെ കനകൻ അമ്മാവന് വരെ തിരിച്ചറിഞ്ഞു. അല്ല, അവനത് അറിയണം. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ പേടിക്കണ്ട, ഞാൻ ആരുണ്ടാ ഓടി. അമ്മ അമ്മ മോനൊന്നുമില്ല. അളിയാ, എനിക്ക് ആശുപത്രി പോണം. അളിയാ, അതെ, ആശുപത്രി ആശുപത്രി പോണം. എനിക്ക് മരിക്കണ്ട. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഇത് വേണ്ട, മരുന്ന് കഴിക്കാം, മരുന്ന് കഴിക്കാം. അല്ലേ, ആദ്യം നേരത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരം ഇങ്ങനെ ഉറച്ചു നിർത്തണം. അപ്പോഴേ നമുക്ക് അസുഖം ബാധിക്കാണ്ടിരിക്കും. ഇതിപ്പോ തുടക്കം മാത്രം, ചികിത്സിച്ചാ മാറുമെന്ന ഡോക്ടർ. അളിയാ, അളിയൻ പോയി കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അളിയനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും. പോവാ നമുക്ക്. അമ്മാവാ, എന്നാലും എന്റെ അളിയൻ ഈ ഗതി വന്നല്ലോ. അഭിനയിച്ചതല്ലടാ, കേട്ട വഴിക്ക് അവൻ കണ്ട അമ്മാമ അളിയാന്നൊക്കെ വിളിച്ചത്. ചുമ്മാ ഇരുന്ന പിന്നെ എന്നാ പിന്നെ എന്നോടൊരു വാക്ക് പറയണ്ടേ? പറഞ്ഞത് എന്താ? ഒരു ക്ലൂ തരണ്ടേ അമ്മാവ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ പേടിച്ചു പോയി. പിന്നെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് കൊളാക്കിയാനെ. അവന്റെ മനസ്സ് പറഞ്ഞതിനൊപ്പം ചെല്ലേ. എന്തായാലും മനസ്സ് പറയല്ലോ, ഒരു ഐഡിയ ഒരു സംഭവം തന്നെ കേട്ടാ. മക്കളെ ചെല്ലേ. അപ്പൊ ഇനിയിപ്പോ ആശുപത്രി കൊണ്ട് വേണ്ടല്ലേ? കഴിക്കുന്ന തക്കളി, നീ മാമയുടെ കൂടെ വരുന്നില്ലേ? വരണോട്ടാ.
എനിക്ക് വേണ്ട ജമന്തി മതി എന്ന് ഇത് കഴിച്ച ചെല്ലുന്നില്ല. കുറച്ചുകൂടെ കഴിക്കുന്നേ. എനിക്ക് വേണ്ടമ്മ. എടാ നമുക്ക് വേഗം ആശുപത്രി പോവാം. ഈ കാഷായ വേഷം എടുത്ത് തരട്ടെ ആശുപത്രി പോവാൻ? കാഷായ വേഷം എന്തിനാണ്? അതിട്ടോണ്ടാണ് ആശുപത്രി പോണത്. എന്നാ പിന്നെ ആ ഗീത കൈ തരട്ടെ ഏട്ടാ. ജമന്തി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തിനാ ഗീത 24 മണിക്കൂർ ഗീതയും കൈ പിടിച്ചിട്ട് വെറുതെ ഈശ്വരനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? മനുഷ്യൻ ആകെ ഒരു ഇത്തിരി സമയമുള്ളൂ ആയുസ്. അത് മര്യാദയ്ക്ക് ജീവിച്ച് തീർക്കണ്ടേ? ഇതല്ലല്ലോ നീ കുറച്ചുമ്പോ പറഞ്ഞത്. അളിയനെ സന്യസിക്കാനങ്ങാണ്ട് കാട്ടിലോട്ട് പോണെന്ന് പറഞ്ഞു പോണ്ടേ? എന്താ അളിയാ ഈ പറഞ്ഞോണ്ട് നിൽക്കണേ? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ആശുപത്രി പോണ്ടേ? എന്റെ ഏട്ടാ ഒരു 5 മിനിറ്റ് ഒന്ന് അടങ്ങിയിരിക്കേ. ജമന്തി 1 മിനിറ്റ് നേരത്തെ ആശുപത്രി ചെന്ന എന്താ നിങ്ങൾക്ക് കുഴപ്പം? അതിനെന്തിനാ ആശുപത്രി പോണേ? അപ്പൊ ആശുപത്രി പോണ്ടേ? അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കണോ? മതി മതി, അവനെ പറ്റിച്ചത് മതി. എന്റെ മോനെ നിനക്ക് ഒരു അസുഖവും ഇല്ല. എനിക്ക് അസുഖമില്ലേ? പിന്നെന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? നീ പിന്നെ എന്താണ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്? എന്താ കാണിച്ചത്? എന്നെ കാണിച്ചെന്നോ? ഒരു ആസാമി. ഇനി അങ്ങനെ ഒന്നും കണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും പറഞ്ഞേക്കാം. ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചതില് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടായോ? ഭയങ്കര സന്തോഷം. അമ്മ എനിക്ക് എന്താന്നറിയില്ല അമ്മ. കുറെ ദിവസമായിട്ട് വല്ലാത്തൊരു മരണഭയം ഉള്ളിൽ കിടന്നിങ്ങനെ കളിക്കായിരുന്നു. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു 4-5 പേരൊക്കെ മരിച്ചില്ലേ? പിന്നെ ആ പോസ്റ്റ് കയറിയിട്ട് വീണ ആ പയ്യൻ എൻ്റെ മടി കിടന്നിട്ടൊക്കെ മരിച്ചത്. അതെല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോ എന്താന്നറിഞ്ഞൂടെ നീ അങ്ങനെ വന്നുപോയതാണ്. ഇപ്പൊ കുഴപ്പമില്ലമ്മ. ഞാൻ പറഞ്ഞില്ലേ, ആ ചെറുക്കന്റെ മരണഭയമാണ് ഇവൻ ഇത്രയും ഉണ്ടാക്കിയത്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. നീയേ ഹവീൽദാരി വീരഭദ്രൻ നായരുടെ മോനാണ്, അത് മറക്കരുത്. ഇല്ലമ്മ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെ ഉണ്ടായ ഇതിലെ റോഡിലെ പോസ്റ്റിലോട്ട് കയറ്റി വിടും. എന്നിട്ട് ആ ലൈൻ കമ്പ് എടുത്ത് എന്റെ വായിലോട്ട് കുത്തിക്കേറ്റി തരുമോ? Alien versus Alien.